ഹായ് ഓൾ, വെൽക്കം ടു ഐക്കൺ ലേണിംഗ്സ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കോമ്പറ്റീവ് എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസണിങ്ങിന്റെ ക്ലാസ് ആണ്. അപ്പോൾ ആദ്യം റീസണിങ്ങിന്റെ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുന്നേ എന്താണ് റീസണിങ്, എന്തിനു വേണ്ടിയിട്ടാണ് റീസണിങ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് റീസണിങ്. Reasoning in competitive exam is section that tests a candidate's ability to think logically, analytically and critically to solve problems. അതായത് ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നു, നിങ്ങൾ എങ്ങനെ ക്രിറ്റിക്കലി, അനലിറ്റിക്കലി, അതുപോലെ ലോജിക്കലി നിങ്ങൾ എങ്ങനെയാണ് ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ബ്രെയിൻ്റെ അനലിറ്റിക്കൽ പ്രോസസ് അല്ലെങ്കിൽ നിങ്ങളുടെ തിങ്കിങ് പ്രോസസ്സിനെ പറ്റിയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, റീസണിങ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു SSC എക്സാം അല്ലെങ്കിൽ റെയിൽവേ എക്സാമിനൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമുള്ള, അതായത് നിങ്ങൾക്കറിയാം 4 സബ്ജക്ട് മെയിൻ ആയിട്ട് വരാറുണ്ട്. ഏതൊക്കെയാണ്? QA, റീസണിങ്, ഇംഗ്ലീഷ്, GK. ഇതിൽ ഏറ്റവും എളുപ്പമായിട്ട് പിള്ളേർ അധികം ബുദ്ധിമുട്ടിക്കാത്ത ഒരു ഏരിയ ആണ് എന്ത്, റീസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം റീസണിങ്ങിൽ എന്തൊക്കെ ടൈപ്പ് റീസണിങ് ഉണ്ട് നോക്കാം. അപ്പോൾ 2 ടൈപ്പാണ് പ്രധാനമായിട്ടും, 2 ടൈപ്പ് റീസണിങ് ആണ്. ഒന്ന് വെർബൽ റീസണിങ്ങും പിന്നൊന്ന് നോൺ വെർബൽ റീസണിങ്ങും. ഓക്കെ, ആ പേര് തന്നെ ഉണ്ടത്. എന്താണ് വെർബൽ? എന്താണ് വേർഡ്സ് യൂസ് ചെയ്തിട്ടുള്ള റീസണിങ്. അതായത് ഇവിടെ നിങ്ങൾ ഒരു വേർഡ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻ വേർഡ്സിലായിരിക്കും തരിക. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അവിടെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം. അതിന് എക്സാമ്പിൾ ആണ് സില്ലോജിസം, ബ്ലഡ് റിലേഷൻ, കോസ് ആൻഡ് എഫക്റ്റ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, അങ്ങനെ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ഇതെല്ലാം എന്തിൽ വരും? വെർബൽ റീസണിങ്ങിൽ വരും. ഇനി അടുത്തത് എന്താണ്? നോൺ വെർബൽ റീസണിങ്. അതിൽ തന്നെ ഉണ്ട് നോൺ വെർബൽ, വേർഡ്സ് ഇല്ല. അപ്പൊ അതെന്താ? പിക്ചേഴ്സ്, അതുപോലെ ഫിഗേഴ്സ്, പാറ്റേൺസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയിട്ടുള്ളതാണ് എന്ത്, നോൺ വെർബൽ റീസണിങ്. അതിന് എക്സാമ്പിൾ ആണ് നിങ്ങളെ പേപ്പർ ഫോൾഡിങ്, ഫിഗർ മെട്രിസസ്, പാറ്റേൺ റെക്കഗ്നീഷൻസ്, പാറ്റേൺ സീരീസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് എന്താണ്? നോൺ വെർബൽ റീസണിങ്ങിനാണ്. ഓക്കെ, ഇനി ഇത് രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു കാറ്റഗറി വേണമെങ്കിൽ പറയാം. എന്താണ്? ലോജിക്കൽ റീസണിങ്. അതായത് ഇത് രണ്ടും കൂടി, ദാറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത്, രണ്ടും ഇൻക്ലൂഡഡ് ആണ്. വെർബലും നോൺ വെർബൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് എന്ത്, ലോജിക്കൽ റീസണിങ്. ഇവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് നിങ്ങൾ എബിലിറ്റി ടു മേക്ക് ഡിസിഷൻസ്, ഓക്കെ, ലോജിക്കൽ ഡിഡക്ഷൻസ്. ഓക്കെ, എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെ ലോജിക്കലി ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഏരിയ ആണ് എന്ത്, ലോജിക്കൽ റീസണിങ്. അതിന്റെ എക്സാമ്പിൾ ആണ് ഡാറ്റ സഫിഷ്യൻസി, അനലോഗീസ് ആൻഡ് പസിൽസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഔട്ട്ലൈൻ രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് പ്രധാനമായിട്ടും 3: വെർബൽ റീസണിങ്, നോൺ വെർബൽ റീസണിങ്, ലോജിക്കൽ റീസണിങ്. ഓക്കെ അല്ലേ? ഇനി ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നതിനെ പറ്റിയൊരു ഐഡിയ മാത്രമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് വരാവുന്ന പ്രധാനമായിട്ടും വരുന്ന എല്ലാം, അതിന് നമുക്ക് ഓരോ ടോപ്പിക് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ, വീണ്ടും കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനൊന്നും ആവശ്യമില്ല. എനിക്ക് തോന്നിയിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ് തോന്നിയിട്ടുള്ള ഏരിയാസ് അത് എന്താണ് എന്നുള്ളതിന്റെ ഒരു സമ്മറി മാത്രമാണ് ഞാൻ ഈ ആദ്യത്തെ വീഡിയോ കൊണ്ട് നിങ്ങളിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കാം. അനലോഗി എന്ന് പറഞ്ഞാൽ സമാന ബന്ധങ്ങൾ എന്നാണ് മലയാളത്തിൽ പറയാം. അതായത് നിങ്ങൾക്ക് ആദ്യം പഠിക്കാനുള്ള ടോപ്പിക്കാണ് അനലോഗി. സമാന ബന്ധങ്ങൾ എന്ന് വെച്ചാൽ ഒരേ റിലേഷൻ നമ്മൾ കമ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ അതുപോലെ മറ്റൊരു റിലേഷൻ, നിങ്ങളൊരു എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾക്ക് മമ്മൂട്ടി മലയാളം എന്ന് തന്നാൽ നിങ്ങൾക്ക് വിജയ് എന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കാം? തമിഴ് എന്ന് കൊടുക്കാൻ പറ്റും. അതെങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയത്? ആദ്യത്തെ പാറ്റേൺ മമ്മൂട്ടി എന്നുള്ളതിന്റെ ലാംഗ്വേജ് ആണ് ഇവിടെ എഴുതേണ്ടത്, നിങ്ങൾക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ അത് വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്തത്? വിജയിന്റെ തമിഴ് എന്ന് കൊടുത്തത്. അപ്പൊ അത്തരം ക്വസ്റ്റ്യൻസ്, അത് നമ്പേഴ്സ് വരാം, ലെറ്റേഴ്സ് വരാം, നിങ്ങൾ പഠിച്ച GK റിലേറ്റഡ് വരാം. ഇതെല്ലാം എന്തുണ്ട്? അനലോഗിയിൽ. ഓക്കെ, ചാൻസ് ഉണ്ട്. പിന്നെ വരുന്നതാണ് സീരീസ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, നമ്പർ സീരീസ്, ആൽഫ സീരീസ്, പിന്നെ ഫിഗർ സീരീസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് സീരീസിൽ ഉണ്ടാവും. പിന്നെ വരുന്ന ഏരിയ ആണ് എന്ത്? ക്ലാസിഫിക്കേഷനും അനലോഗി ഏറെക്കുറെ സെയിം ആണ് നമുക്ക് പറയാൻ പറ്റും. ക്ലാസിഫിക്കേഷൻ മീൻസ് അതിൽ ക്ലാസിഫൈ ചെയ്യുക, അതായത് ഓഡ് വൺ പിക്ക് ചെയ്യാം, അല്ലെങ്കിൽ സെയിം പെയർസ് നോക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തിലുണ്ടാവും? ക്ലാസിഫിക്കേഷനിൽ വരും. പിന്നെയാണ് നമുക്ക് ഏറ്റവും അധികം ചെയ്യാൻ രസകരമായിട്ടുള്ള ഒരു ഏരിയ ആണ് എന്ത്? ബ്ലഡ് റിലേഷൻസ്, അതായത് ചോര കൊണ്ട് എഴുതിയ ബന്ധങ്ങൾ. ഓക്കെ, അതായത് നമ്മൾ ഈ PSC എക്സാം, നമ്മൾ പൊതുവെ ഒരു 18 വയസ്സാകുമ്പോൾ ചെറുതെ ഒരു PSC ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, അതിലുണ്ടാവും എയുടെ മകനാണ് B, ബിയുടെ മകനാണ് C, അങ്ങനത്തെ ഒരു ഏരിയ വരുന്നുണ്ട്. അതാണ് എന്ത്? ബ്ലഡ് റിലേഷൻ. നിങ്ങൾ പഠിക്കാല്ലേ, അവിടെ എന്തൊക്കെയാണ് റിലേഷൻസ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് മനസ്സിലാക്കണം. പിന്നെ വരുന്നത് എന്താണ്? കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. കോഡിങ്ങും ഡീകോഡിങ്ങും അതും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ ഒരുപാട് കോഴ്സ് ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ? ഓരോരുത്തരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ നമുക്കൊരു രഹസ്യം പറയാനൊക്കെ നമ്മൾ കോഡായിട്ട് യൂസ് ചെയ്യും. എന്താണ് കോഡിങ്, എന്താണ് ഡീകോഡിങ് എന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ ഇവിടെ ഈ കോഡിങ് ആൻഡ് ഡീകോഡിങ് നിങ്ങൾക്ക് അറിയേണ്ടത്, നമുക്ക് ജസ്റ്റ് ലെറ്റേഴ്സ് കോഡിങ്, നമ്പേഴ്സ് കോഡിങ്, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി നമ്മൾ ഓരോ ടോപ്പിക്കും ഐക്കൺ ലേണിംഗ്സ് നിങ്ങൾക്ക് തരും.
നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കിലും വളരെ ഡെപ്തിലുള്ള ക്ലാസ്സസ് ആയിരിക്കും ഐക്കൺ ലേണിംഗ്സ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കാം. അടുത്തത് ഡയറക്ഷൻ സെൻസ്. അതും നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. എന്താണ്? നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് പറഞ്ഞ ദിശയിൽ ഒരാൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നു. അയാൾ മൂവ് ചെയ്തതിനു ശേഷം അയാൾ വലത്തോട്ട് തിരിയുന്നു, ഇടത്തോട്ട് പോകുന്നു, വീണ്ടും വലത്തോട്ട് ഇരുന്ന് ഇടത്തോട്ട് ഇരുന്നു. എന്നിട്ട് ചോദിക്കും അയാൾ ഏത് ദിശയിലാണ്, അല്ലെങ്കിൽ അയാൾ ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, അയാൾ നിൽക്കുന്ന പോയിന്റിൽ നിന്നും എത്ര ദൂരത്തിലാണ് ഉള്ളത് എന്നൊക്കെ ചോദിക്കും. ഇത്തരം ഏരിയാസ് വരുന്നത് എന്താണ്? ഡയറക്ഷൻ സെൻസ് ആണ്. പിന്നെ വരുന്നത് 7ാമത്തെ ടോപ്പിക്കായിട്ട് ഞാൻ കാണുന്നത് മിറർ ആൻഡ് വാട്ടർ ഇമേജ് ആണ്. മിറർ ആൻഡ് വാട്ടർ ഇമേജ് നമുക്ക് എല്ലാവരും കണ്ണാടിയൊക്കെ നോക്കുന്നതല്ലേ രാവിലെ. അപ്പൊ അതിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്താണ്? അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം. അത് പിക്ചേഴ്സ് വെച്ചിട്ടാണ് അധികം നമുക്ക് അവിടെ ഉണ്ടായിരിക്കാം. ഓക്കെ, പിന്നെ വരുന്നതാണ് കൗണ്ടിങ് ഫിഗേഴ്സ്. വളരെ രസകരവും എന്നാൽ എന്താ പറയുക, തെറ്റാൻ ചാൻസ് കൂടുതലാണ്. കൂടുതൽ മീൻസ് നമ്മൾ ചിലപ്പോൾ ഒരു ട്രയാങ്കിൾ ഒക്കെ ഒന്ന് കാണാണ്ട് പോകും. അതായത് കൗണ്ട് ഫിഗേഴ്സ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പിക്ചർ തന്നിട്ട് അതിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട്, എത്ര സ്ക്വയർ ഉണ്ട്, എത്ര റെക്റ്റാങ്കിൾ ഉണ്ട്, എത്ര സർക്കിൾ ഉണ്ട്, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ഏരിയയാണ് എന്ത്? കൗണ്ടിങ് ഫിഗേഴ്സ്. അപ്പൊ അതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഇതിലിപ്പോ ടഫ് എന്നല്ല, തെറ്റാൻ ചാൻസ് കൂടുതലാണ്. ചിലപ്പോൾ നമ്മൾ ഈ മൈന്യൂട്ട് ആയിട്ട് എന്ത് ചെയ്യും, ചില ഫിഗേഴ്സ് ഒക്കെ വിട്ടു പോകാനൊക്കെ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. പൊതുവെ പിള്ളേർക്ക് അങ്ങനെ ഒരു പ്രശ്നം കാണാറുണ്ട്. ഇനി അല്ലാത്തവരും ഉണ്ട് കേട്ടോ. അപ്പൊ കൗണ്ട് ഫിഗേഴ്സിൽ അങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ട്രയാങ്കിൾസ്, റെക്ടാങ്കിൾസ് കാര്യങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം? കൗണ്ട് ചെയ്യാം. അത് തന്നെ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടുപോയില്ല, അതിന് നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്ന ഒരു പരിപാടി കൗണ്ട് ഫിഗേഴ്സിൽ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ഒഴിവാക്കും, കാരണം നിങ്ങൾക്ക് അങ്ങനത്തെ ക്ലാസ് ഐക്കൺ ലേണിംഗ്സ് പ്രൊവൈഡ് ചെയ്യും. ഇനി നോക്കാം പേപ്പർ ഫോൾഡിങ് ആൻഡ് കട്ടിങ്. അതും ഏറെക്കുറെ മിറർ ആൻഡ് വാട്ടർ ഇമേജിനോട് സിമിലാരിറ്റിയിലാണ്. നമ്മൾ പേപ്പർ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അതിൽ കട്ട് ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്യുക. അപ്പൊ എങ്ങനെയായിരിക്കും അവിടെ ഒരു ഫിഗർ ഫോം ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും പഠിക്കാനുള്ളത്. പിന്നെ ഉള്ളതാണ് ഇനീക്വാലിറ്റി. ഇനീക്വാലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ള ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഗ്രേറ്റർ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഈക്വൽ ടു എന്നീ സിമ്പിൾസ് വെച്ചിട്ടുള്ള പരിപാടികളാണ് എന്ത്? നിങ്ങൾക്ക് ഇനീക്വാലിറ്റി ഉള്ളത്. നിങ്ങൾക്ക് ഒരു 10-20 ടോപ്പിക്ക് ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകളാണ്, വളരെ എളുപ്പമുള്ള ടോപ്പിക്കുകളാണ് എന്ത് വരുന്നത്? റീസണിംഗിൽ വരുന്നത്. ഇനി നമുക്ക് അടുത്ത ഏരിയ നോക്കാം. ഏതാണ്? സീറ്റിംഗ് അറേഞ്ച്മെന്റ്. കേട്ടിട്ടുണ്ടാവില്ലേ എല്ലാവരും? സീറ്റിംഗ് അറേഞ്ച്മെന്റ്, അതായത് ഒരു കുറച്ച് പേര് ഒരു ടേബിളിന് ചുറ്റുമോ അല്ലെങ്കിൽ ഒരു റോയിലോ ഇരിക്കുന്നുണ്ടാവും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്തിട്ട് ആണെങ്കിൽ ഇരിക്കാം, അല്ലെങ്കിൽ എല്ലാവരും നോർത്തിലോട്ട് ഫേസ് ചെയ്തിരിക്കാം. എന്നിട്ട് പറയും എയുടെ റൈറ്റിലാണ് ബി, ബിയുടെ ലെഫ്റ്റിലാണ് എ എന്നൊക്കെ പറയും. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവരെ അറേഞ്ച് ചെയ്യും. അതാണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് വരുന്നത്. അതുപോലെ തന്നെ വരുന്ന ഒരു ഏരിയ ആണ് എന്ത്? ഫ്ലോർ അറേഞ്ച്മെന്റ്. ഫ്ലോർ അറേഞ്ച്മെന്റ് സെയിം ആണ്. എങ്ങനെയാ വരുന്നത്? ഫ്ലോറിൽ അറേഞ്ച് ചെയ്യുക. സീറ്റിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ഫ്ലോറിന് കൊടുക്കും. ഒന്നാമത്തെ ഫ്ലോർ, രണ്ടാമത്തെ ഫ്ലോർ, മൂന്നാമത്തെ ഫ്ലോർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പേര്, ABC എന്ന പേരുണ്ടെങ്കിൽ എ ഏത് ഫ്ലോറിലാണ്, ബി ഏത് ഫ്ലോറിലാണ് എന്ന് കണ്ടെത്തുന്ന പരിപാടി. പിന്നെ വരുന്നതാണ് വെൻ ഡയഗ്രാം. വെൻ ഡയഗ്രാം മീൻസ് വെൻ ഡയഗ്രത്തില് ഇത് പക്ക വെൻ ഡയഗ്രാം എന്താണ്? വെൻ ഡയഗ്രത്തെ അനലൈസ് ചെയ്യുന്ന പരിപാടി. അത് നമുക്കൊരു GK തന്നിട്ട് അതിൽ സ്യൂട്ടബിൾ ആവുന്ന വെൻ ഡയഗ്രാം ഏതാണ്, അല്ലെങ്കിൽ ഒരു വെൻ ഡയഗ്രാം തന്നിട്ട് ഇതിൽ ക്രിക്കറ്റേഴ്സിനെ മാത്രം റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ ഏതാണ്, അല്ലെങ്കിൽ എത്ര ക്രിക്കറ്റേഴ്സ് ഉണ്ട്, അങ്ങനത്തെ ജസ്റ്റ് മാത്തമാറ്റിക്കലി ആയിട്ട് വരുന്നതും ലോജിക്കലായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് വെൻ ഡയഗ്രത്ത് ഉദ്ദേശിക്കുന്നത്. പിന്നെ ക്യൂബ് ആൻഡ് ഡൈസ്. നമുക്ക് കുറെ ലുഡോയും സ്നേക്ക് ആൻഡ് ലാഡറും ഒക്കെ കളിച്ച സ്ഥിതിക്ക് ക്യൂബ് ആൻഡ് ഡൈസും നമുക്കറിയാം. ഡൈസ് എന്താ, ക്യൂബ് എന്താന്നൊക്കെ അറിയാലോ. അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്തുണ്ടാവും? എക്സാമിനുണ്ടാവും. പിന്നെയാണ് എല്ലാവർക്കും ടെൻഷനും എന്നാൽ പഠിച്ചു കഴിഞ്ഞാൽ വളരെ രസകരവുമായിട്ടുള്ള ഏരിയ ആണ് എന്ത്? സില്ലോജിസം. ഓക്കെ, ആ സില്ലോജിസത്തിന് നമുക്ക് വേണ്ട ഒരു സാധനം ഒന്ന് വെൻ ഡയഗ്രാം ആണ്. അത് ആ ടോപ്പിക് എടുക്കുമ്പോൾ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കുക, സില്ലോജിസം എന്ന ടോപ്പിക്, അതായത് സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ എന്ന രീതിയിൽ വരുന്ന ഒരു ഏരിയ ആണ് എന്ത്? സില്ലോജിസം എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഓർഡർ ആൻഡ് റാങ്കിങ്. ഓർഡർ ആൻഡ് റാങ്കിങ് മീൻസ് നമ്മൾ ഒരു റോയിൽ ആളുകൾ നിൽക്കുന്നതിനെ പറ്റി അവിടെ അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അവരെ റാങ്ക് ചെയ്യുക, അല്ലെങ്കിൽ പൊസിഷൻ മനസ്സിലാക്കുക. ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് എന്ത് വരുന്നത്? ഓർഡർ ആൻഡ് റാങ്കിങ്ങിൽ വരുന്നത്. അതും വളരെ എളുപ്പമാണ്. പിന്നെ ക്ലോക്ക് ഉണ്ട്. ക്ലോക്കിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാം. നമ്മൾ നോക്കുന്ന ക്ലോക്കിന്റെ ഓരോ സൂചികളെ പറ്റിയും അവർ നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിള്, അവർ ക്ലോക്ക് ഫാസ്റ്റ് ആവുന്ന മൊമെന്റ്, ക്ലോക്ക് സ്ലോ ആവുന്ന മൊമെന്റ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ക്ലോക്കിൽ പഠിക്കാനുള്ളത്. പിന്നെ വരുന്ന ഏരിയ കലണ്ടർ. കലണ്ടറിൽ നിങ്ങൾക്ക് ഒരു ദിവസം കഴിഞ്ഞ്, ഒരു 10-20 ദിവസം കഴിഞ്ഞാൽ ഏത് ഡേ ആണ്, അതായത് ഇന്ന് തിങ്കളാണെങ്കിൽ ഒരു 56 ദിവസം കഴിഞ്ഞാൽ ഏതാണ് ദിവസം, അല്ലെങ്കിൽ ഒരു ഡേറ്റ് തന്നിട്ട് ഇത് ഏത് ദിവസമാണ് കണ്ടെത്താൻ പറയുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും? കലണ്ടറിൽ ഉണ്ടായിരിക്കും. പിന്നെ വരുന്നത് ആൽഫബറ്റിക് ടെസ്റ്റ്, വേർഡ് അറേഞ്ച്മെന്റ്, അതായത് വേർഡ്സിനെ ഡിക്ഷണറി ഓർഡറിലാക്കുക, എത്ര മീനിങ് വേർഡ്സ് ഫോം ചെയ്യാൻ പറ്റും നോക്കുക. അങ്ങനത്തെ കാര്യങ്ങളാണ് ആൽഫബറ്റിക് ടെസ്റ്റ്, വേർഡ് അറേഞ്ച്മെന്റ്. പിന്നെ വരുന്നത് ക്രിറ്റിക്കൽ റീസണിംഗ് ആണ്. അപ്പോൾ ക്രിറ്റിക്കൽ റീസണിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ, അസംഷൻ, ആർഗ്യുമെന്റ്, കോഴ്സ് ഓഫ് ആക്ഷൻ, കോസ് ആൻഡ് എഫക്റ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഇത് പൊതുവെ പിള്ളേർക്ക് ഒരു പേടിയുള്ള ഒരു ഏരിയ ആയിട്ട് വരാറുണ്ട്. പക്ഷേ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്രയും സുഖമുള്ള ഒരു ഏരിയ അല്ല.
കാരണം നമ്മൾ ബാക്കിയുള്ളവർ എവിടെ വീക്ക് ആവുന്നോ അവിടെ നമ്മൾ സ്ട്രോങ് ആയാൽ നമുക്ക് അത്ര അഡ്വാൻറ്റേജ് ആയിരിക്കും. അതുകൊണ്ട് ക്രിറ്റിക്കൽ റീസണിങ് നിങ്ങൾക്ക് എന്ത് തരും, ക്ലാസ്സസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ നോക്കുക, ഇപ്പൊ നമ്മൾ ഒരു ഏകദേശം 20 ടോപ്പിക്കുകളും ചെയ്തിട്ടുണ്ട്. അപ്പൊ 20 ടോപ്പിക്കിനെ ഡെപ്ത് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതിൽ ഓരോ ടോപ്പിക്, ഇപ്പൊ 20 ടോപ്പിക്കിന് ഞാൻ വീണ്ടും സബ് കാറ്റഗറി ആക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസ് കിട്ടുക. ഓക്കെ, അപ്പോ ഐക്കൺ ലേണിംഗ്സിന്റെ കൂടെ നിങ്ങൾ കരിയർ സക്സസ് ആവട്ടെ. സോ താങ്ക് യു, വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.